ഇനി നമുക്ക് ദിൽഖുഷ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിലേക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഇട്ടൊന്ന് ചൂടാക്കുക. ചൂടായ നെയ്യിലേക്ക് തേങ്ങ ചിരകിയതും മധുരത്തിന് ആവശ്യം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായ ശേഷം അതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം അതിൽ ടൂട്ടി ഫ്രൂട്ടിയും ഏലക്ക പൊടിയും ചേർന്ന് ഇളക്കിയാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പേസ്ട്രി ഷീറ്റിലാണ് ദിൽഖുഷ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് അതിലൊന്ന് ചേർന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പേസ്ട്രി ഷീറ്റ് കൂടെ വെച്ച് ആ സൈഡൊക്കെ നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായി സൈഡ് ഒട്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ സൈഡ് പൊട്ടിപ്പോകും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പുരട്ടി കൊടുക്കുക. ഈ മുട്ട ചേർക്കുന്നത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് വെച്ച് 20 മിനിറ്റ് 230 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ദിൽഖുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ ബൈ ബൈ, സീ യു. ഇനി നമുക്ക് ദിൽഖുഷ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിലേക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഇട്ടൊന്ന് ചൂടാക്കുക. ചൂടായ നെയ്യിലേക്ക് തേങ്ങ ചിരകിയതും മധുരത്തിന് ആവശ്യം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായ ശേഷം അതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം അതിൽ ടൂട്ടി ഫ്രൂട്ടിയും ഏലക്ക പൊടിയും ചേർന്ന് ഇളക്കിയാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പേസ്ട്രി ഷീറ്റിലാണ് ദിൽഖുഷ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് അതിലൊന്ന് ചേർന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പേസ്ട്രി ഷീറ്റ് കൂടെ വെച്ച് ആ സൈഡൊക്കെ നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായി സൈഡ് ഒട്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ സൈഡ് പൊട്ടിപ്പോകും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പുരട്ടി കൊടുക്കുക. ഈ മുട്ട ചേർക്കുന്നത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് വെച്ച് 20 മിനിറ്റ് 230 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ദിൽഖുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ ബൈ ബൈ, സീ യു.